ഹലോ, ഈദ് ഹോളിഡേയ്സ് പ്രമാണിച്ച് ഇന്നത്തെ നമ്മുടെ യാത്ര സാൽമിയിലുള്ള ബ്ലജാത്ത് ബീച്ചിലേക്കാണ് കേട്ടോ. ഇപ്പോൾ കുവൈറ്റിലെ വൺ ഓഫ് ദ മോസ്റ്റ് പോപ്പുലർ ബീച്ചസിൽ ഒന്നാണ് ബ്ലജാത്ത് ബീച്ച്. ഭയങ്കര റിലാക്സിങ് ആയിട്ടുള്ളൊരു സീസൈഡ് അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. അതുമാത്രമല്ല നല്ല വാക്ക് വേസും സൈക്ലിംഗ് ട്രാക്സും കഫേസും നമുക്കെന്തിനാ ഫാമിലി ആയിട്ട് ഡൈനിങ് ഒക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള നല്ല സ്പേസും അവിടെ ഉണ്ട് കേട്ടോ. കുട്ടികൾക്ക് നന്നായി കളിക്കാനും ഊഞ്ഞാലാടാനും ഫോട്ടോസ് എടുക്കാനൊക്കെ പറ്റിയ ഒത്തിരി നല്ല സ്പോട്ടുകൾ ഇവിടെ ഉണ്ട് കേട്ടോ. ആക്ച്വലി മുന്നേ ഇവിടെ ഇതിലും അടിപൊളി ആയിരുന്നു എന്നാണ് ഞാൻ കേട്ടത്. ഇപ്പം കുറേ കാര്യങ്ങളൊന്നും ഇവിടെ ഇല്ല. വണ്ടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഒട്ടും പേടിക്കേണ്ട, അവിടെ പാർക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒത്തിരി സ്ഥലമുണ്ട്. പിന്നെ ഇതേ ഇങ്ങനെയുള്ള സൺ ബെഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് അങ്ങനെ കടലൊക്കെ കടന്ന് റിലാക്സ് ആയിട്ട് കിടക്കാൻ പറ്റിയത്. പക്ഷേ ഇതിനൊക്കെ എക്സ്ട്രാ ചാർജസ് ഉണ്ട് കേട്ടോ. ഞാനും ആദ്യം പതിവ് പോലെ അതേ വെള്ളത്തിലൊക്കെ ഇറങ്ങി കുറേ നേരം കളിച്ചു. അപ്പോഴാണ് നമ്മൾ ബീച്ച് ടോയ്സ് എടുത്തില്ലല്ലോ എന്ന് ഓർമ്മ വന്നത്. അങ്ങനെ അടുത്ത് കണ്ട കടയിൽ കയറി ബീച്ച് ടോയ് ഒക്കെ മേടിച്ചു. യൂഷ്വലി 500 ഫീൽസുള്ള സാധനത്തിന് ഇവരോട് 1.25 കേടിയാണ് മേടിച്ചത്. പിന്നെ നമ്മൾ ഒന്നും നോക്കിയില്ല കേട്ടോ. ഫുൾ മണൽ കോരാനും മണൽ തട്ടാനും സാൻഡ് കാസിൽ ഉണ്ടാക്കാനൊക്കെ ഉള്ള ശ്രമങ്ങളായിരുന്നു. അത്യാവശ്യം വലിയ ചൂടൊന്നും ഇല്ലാത്ത നല്ലൊരു വെതറായിരുന്നു കേട്ടോ. അതുകൊണ്ട് എന്തെങ്കിലും നമ്മൾ കുറേ നേരം അവിടെ ഇരുന്ന് കളിച്ചു. ഇതിൻ്റെ ഇടയ്ക്കാണ് ഒരു കുട്ടി ബോൾ തട്ടിയിട്ട് എൻ്റെ തലക്കിട്ടൊരു തട്ട് കിട്ടണത് കേട്ടോ. അതോടുകൂടെ പിന്നെ കുറേ നേരത്തേക്ക് എനിക്ക് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ അത് ഞാൻ അധികം നേരം അവിടെ നിന്നില്ല. അടുത്ത തട്ട് കിട്ടുന്നതിന് മുന്നേ വീട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഫോളോ ഫോർ മോർ വിശേഷംസ്. ബൈ.